ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ്. ഏതാണ്ട് 15 വാഹനങ്ങൾ ഉൾപ്പെട്ട ഒരു ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അദ്ദേഹത്തെ തൊട്ടു മുമ്പിലുണ്ടായിരുന്ന ആ വാഹനത്തിൽ നമുക്ക് കാണാം. അരവിന്ദ് കെജ്രിവാൾ ആ വാഹനത്തിലുണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തെ നമുക്ക് കാണാം. ഏതാണ്ട് 15 വാഹനങ്ങൾ, ഒരു വാഹന വ്യൂഹം എന്ന നിലയിലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ആ വാഹന വ്യൂഹത്തിനിടയിലുള്ള ഒരു കാറിലാണ് ഡൽഹി മുഖ്യമന്ത്രി ഉണ്ടായിരുന്നത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഡൽഹി ഹൈക്കോടതി അറസ്റ്റ് വിലക്കാതിരുന്നതിന് തൊട്ടു പിന്നാലെയാണ് 12 അംഗ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയിൽ എത്തുകയും അവിടെ റെയ്ഡ് നടത്തുകയും അതിനുശേഷം അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. വീട്ടിൽ നിന്നും ചില ഇലക്ട്രോണിക് ഡിവൈസുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. വിശദമായ പരിശോധന നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. ദൃശ്യങ്ങളിൽ കാണാം. ഒരിക്കൽ കൂടി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് ഉദ്യോഗസ്ഥർ എത്തിക്കുകയാണ്. ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഉദ്യോഗസ്ഥരാണ് ആ വാഹനത്തിലുണ്ടായിരുന്നത്. ഡൽഹി പോലീസ് അകമ്പടി സേവിക്കുന്നുണ്ട് ആ വാഹനത്തിന്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പുറത്ത് പോലീസിനെ വിന്യസിച്ച ശേഷമായിരുന്നു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. ദൃശ്യങ്ങളിൽ കാണാം. ആ വാഹന വ്യൂഹം ഇഡിയുടെ ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഇഡി ഓഫീസിലായിരിക്കും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ താമസിപ്പിക്കുക. നാളെ ആയിരിക്കാം അദ്ദേഹത്തെ PMLA കോടതിയിൽ ഹാജരാക്കുക. അതിനു മുമ്പ് വൈദ്യപരിശോധന അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കും. സുപ്രീം കോടതിയിൽ അടിയന്തരമായി നാളെ ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. കോടതിയിൽ എന്തെങ്കിലും ഇടക്കാല ആശ്വാസം നാളെ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് സാധാരണ കോടതികൾ അത് ഈ ബെയിൽ പരിഗണിക്കുന്ന കോടതിയിലേക്ക് അയക്കുക എന്നതാണ് അതിൻ്റെ സ്വാഭാവിക നടപടി. ആ അറസ്റ്റിന് തൊട്ടു മുമ്പ് ഇടപെടാൻ കഴിഞ്ഞാൽ അതായിരിക്കാം ഒരുപക്ഷെ ഒരു ഇടക്കാല ഇടപെടലിന് സാധ്യത ഉണ്ടാകുമായിരുന്നത്. പക്ഷേ ഇന്ന് അത് ഉണ്ടായിട്ടില്ല സുപ്രീം കോടതി. അതുകൊണ്ട് നാളെ എങ്ങനെയാണ് ഈ ഹർജി എൻ്റർടൈൻ ചെയ്യുക എന്നറിയില്ല. ഒരുപക്ഷെ അതൊരു റെഗുലർ ബെയിൽ എന്ന മട്ടിൽ വിചാരണ കോടതിയിലേക്ക് അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കുന്ന കോടതിയിലേക്ക് അതിൻ്റെ പരിഗണനയ്ക്ക് അയക്കാനായിരിക്കും സാധ്യത. തന്നെയുമല്ല, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹർജി ഡൽഹി ഹൈക്കോടതിയിൽ തുടരുകയാണ്. തെളിവ് എന്തൊക്കെയെന്ന് ചോദിച്ചിരുന്നു. നാളെ സീൽഡ് കവറിൽ അത് ഇഡി നൽകിയേക്കുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ 3 കോടതിയിൽ ഒരേ സമയം ഹർജികൾ പരിഗണനയ്ക്ക് വരാൻ സാധ്യത കുറവുണ്ട്. ഡൽഹി ഹൈക്കോടതിയിലെ കേസിൽ അത് മെൻഷൻ ചെയ്യാം. സുപ്രീം കോടതിയിൽ അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യത്തിൽ കോടതിക്ക് വേണമെങ്കിൽ ഇടപെടാം, അതല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് അയക്കാം. എന്തായാലും ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി നാളെ പകലായിരിക്കും ഉണ്ടാവുക. ഒരു ഇടക്കാല അല്ലെങ്കിൽ ഒരു ഇൻറ്ററിം റിലീഫ് ഡൽഹി മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുമോ എന്നത് നാളത്തെ പകലായിരിക്കും വ്യക്തമാക്കുക. അപ്രതീക്ഷിതമായ നാടകീയമായ നീക്കങ്ങളാണ് ഈ രാത്രി വൈകുന്നേരം ഡൽഹിയിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. കെജ്രിവാളിനെ വളരെ നാടകീയമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗിക വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. 1 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ, വീട്ടിലെ പരിശോധന, ഫോണ്, ലാപ്ടോപ്പ് അടക്കം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പിടിച്ചെടുത്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് പിന്നീട് ഇഡി ഓഫീസിലേക്ക് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. ഒരു ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം, ഡൽഹി പോലീസിലെ DCP, അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിവരുൾപ്പെട്ട പ്രത്യേക സംഘം, അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ നടപടികൾ ആകെ പുരോഗമിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജിയിൽ ഒരു ഇടപെടൽ, അടിയന്തര ഇടപെടലിന് വഴങ്ങേണ്ടതില്ല അല്ലെങ്കിൽ അടിയന്തര ഇടപെടലിന് കോടതിയിൽ നിന്നുണ്ടായില്ല. അറസ്റ്റ് തടയണമെന്ന് അദ്ദേഹത്തിന്റെ ആവശ്യം കോടതി അനുവദിച്ചില്ല. നാളെ ഇഡിയുടെ വാദം കൂടി കണക്കിലെടുത്ത് തീരുമാനമെടുക്കാം എന്നാണ് കോടതി അറിയിച്ചത്. പക്ഷേ അതിന് കാത്തു നിൽക്കാതെ ഇഡി ഉദ്യോഗസ്ഥർ ഇന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു.